അപ്രതീക്ഷിതമായ ഒരു ബസ് യാത്രക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. നമ്മളെ കാർ യാത്ര കാറിൽ നീ എന്നെ അങ്ങോട്ട് പിക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ ബസ്സിന് പോകും. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കാനാണ് പോകണമെന്ന് മഞ്ഞച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ താമരശ്ശേരിയിൽ എങ്ങോട്ടാ പോണേ? ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് യാത്ര ചെയ്യുന്നതല്ലേ. അന്ന് പോണ വഴിക്കിൽ ആ സ്കൂളിൽ വെച്ച നോട്ടീസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്തോ ഒരു ഇതില്ല, എന്താ പറയുക, ഒരു 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ ഷൂട്ട് ചെയ്തു. ഓക്കെ എൻജോയ് ചെയ്യാണ്. താമരശ്ശേരിയിൽ കൂടെ ഒക്കെ നടന്നു പോയിട്ട് വർഷങ്ങളായി. ഇന്ന് വീണ്ടും നമ്മൾ താമരശ്ശേരി അങ്ങാടിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ബാലവിദ്യാഭ്യാസം പൂർത്തീകരിച്ച താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ. ഇപ്പോൾ താലൂക്ക് ആശുപത്രി ആയിരുന്നു അല്ലേ? ഓഹോ. താമരശ്ശേരിയുടെ ഒരു പഴമ നിറഞ്ഞ മുഴഞ്ഞ താമരശ്ശേരിയാണ് ഇവിടെ കാണുന്നത് അല്ലേ? ഒന്ന് വയ്ക്ക്, വെള്ളം വയ്ക്കല്, അതിലേക്ക് വെള്ളം വയ്ക്ക് ഇവിടെ. ഓക്കെ മഞ്ഞച്ചോറിനൊപ്പം മഞ്ഞ വെള്ളവും അല്ലേ? ഇങ്ങനെ പറഞ്ഞ മഞ്ഞച്ചോറ് ഏതായാലും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ബ്രൗൺ റൈസ് താമരശ്ശേരിയിലെ പ്രശസ്തമായ എന്താ ഇതിൻ്റെ പേരെന്താ? ഓലയിൽ ഹോട്ടൽ. യെസ്, വെറൈറ്റി ടേസ്റ്റാണ്. പണ്ടത്തെ ഈന്തുംപിടി എനിക്ക് ഓർമ്മ വരുന്നത്. പഴയ നമ്മളെ നാട്ടിൽ വല്യമ്മച്ചൊക്കെ ഉണ്ടാകുന്ന ഈന്തുംപിടി ഉണ്ടല്ലോ അല്ലേ? അടിപൊളി ഫുഡ് ഇതാണ്. ഞങ്ങൾ വന്നത് മുതലായി ഏതായാലും കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നു. ഓക്കെ അല്ലേ? സംഭവം ഗംഭീരമാണ്. ഓക്കെ, ആളാകെ മാറി വരും. ചെറുപ്പക്കാരനാകാണ്. പണ്ട് നമ്മൾ കോഴിക്കോട് നിന്നുണ്ടാവാം അല്ലേ? അതെ. ഗംഭീര താമരശ്ശേരി കൂടെ അപൂർവമല്ല നമ്മൾ നടന്നു പോകുന്നത്. അപ്പൊ ആ യാത്ര ഒരു വിനോദയാത്ര തന്നെയാണല്ലോ. എൻജോയ് ചെയ്യാം. വ്ളോഗിൽ നിന്നാണ് പ്രാന്ത് കയറിയാൽ അങ്ങനെ കുറെ മെച്ചങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. ഒരുപാട് ഭയങ്കര പൂനൂര് എല്ലാ സംഭവങ്ങളും ഒരിക്കലും നിങ്ങൾ ചാടിയല്ല. പൂനൂർ ലെവലെത്തി നിങ്ങളൊക്കെ കയ്യിൽ ഏൽപ്പിച്ചല്ല. നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ പ്രഥമ അധ്യാപകനല്ലേ? ഞാനൊരു വർഷം ഇവിടെ. എന്തായാലും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. തന്നെ അത്രയും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും നോക്കാം. ഇന്നോവേഷൻസ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങൾ പൂനൂര് എല്ലാ കാര്യങ്ങളും ഒരിക്കലാണെന്ന് മുങ്ങി. ഈ കൊടും ചൂണത്തൊരു ബസ് യാത്ര അതൊരു വിനോദയാത്ര പോലെ മനോഹരമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഒരു വാഹനമാണ് ബസ് യാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് പറഞ്ഞാലും അതെന്താവും, ഒരു വിനോദയാത്രയെക്കാളും മനോഹരമാണ്. വിനോദയാത്ര മനോഹരമാണെങ്കിൽ ജോലി ഉണ്ടാവണം, ജോലിക്ക് പോകണം, കഠിനാധ്വാനം ചെയ്യണം, എന്നാലേ ഏതൊരു വിനോദയാത്ര മനോഹര പറ്റി പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ് നീ പറഞ്ഞ പിത്തിനുണ്ടാക്കരുത്. നീ എന്ത് പറഞ്ഞാലും അത് പിത്തിനായി മാറും. പണ്ടിനെ കൊണ്ട് അടി വാങ്ങിപ്പിച്ചത് ലോറിക്കാരെ കൊണ്ട്. ബസ്സുകാർക്ക് അങ്ങനെ ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടെന്നുകൊണ്ട് ഞങ്ങൾ റോഡിൽ വലിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നില്ല. ബസ് യാത്രയെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? KSRTC ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇരുന്ന് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതിലെ ഡ്രൈവർക്ക് എന്താ പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നത്? അതെ. ഓഹോ, പ്രൈവറ്റ് ബസ്സിലെ മത്സരോട്ടങ്ങൾ വലിയൊരു വിഷയമാണ്. ഇത് അങ്ങനെ പോകില്ല. അത് 60 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ നമ്മൾ ആവശ്യം പറഞ്ഞവർ ഇല്ലെങ്കിലും അവർക്കൊരു ബോൾട്ട് ഉണ്ട് ആക്സിലേറ്ററിന്റെ അടിയിൽ, കട്ട് ചെയ്യും. അത് വേണം, അത് പ്രൈവറ്റ് ബസ്സിൽ അത് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിവില്ല ചെയ്യുന്നത്, അധികം സ്പീഡൊന്നും പോകില്ല. 60 കിലോമീറ്റർ വരെ. ഓക്കെ, എനിക്ക് 5 മണിക്കാണ് ഇടവണ്ണ ഡ്യൂട്ടിയിൽ എത്താനുള്ളത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത മറ്റൊരു ഹോസ്പിറ്റലിൻ്റെ പരിസരത്തിലൂടെയാണ് ഇപ്പോൾ പോയത്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുക്കത്തേക്ക് നമ്മൾ ബസ് കയറുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ മുക്കത്തെത്തിയിരിക്കുകയാണ്. ഈ അരീക്കോട്ടേക്ക് വണ്ടി കയറിയിട്ട് അവിടുന്ന് പിന്നെ ഇടവണ്ണക്കുള്ള വണ്ടി പോകണം. നല്ല ചൂടാണ്. അവിടെ എല്ലാ ആൾക്കാരും സുഖമല്ലേ? ബസ് കാത്തിക്കാം. അരീക്കോട്ട് കൊച്ചു വണ്ടിയിലൊക്കെ ഇങ്ങനെ കുറേ യാത്ര ചെയ്ത് കുറേ വർഷങ്ങളായി. ഇതെന്താ
ഡ്യൂട്ടിക്ക് പോവാം. വണ്ടി കടയിൽ ബസ്സിൽ യാത്ര ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തി. ബസ് യാത്ര ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ജ്യൂസും കഴിച്ച് സമാപനം കൊടുത്തു. നിങ്ങളുടെ ഇടവണ്ണ കേരളത്തിൻ്റെ മുഴുവൻ അങ്ങനെ 5 മണിക്ക് തിരികെ ആശുപത്രിയിലെത്തേണ്ട ബസ് യാത്ര 4:46 ഇവിടെ എത്തിയിരിക്കുകയാണ്. സിറി പുട്ട് അലാറം ഫോർ 10 minutes. കുറച്ചൊന്ന് ഉറങ്ങിയിട്ടെ, ഡ്യൂട്ടിക്ക് മുമ്പ് യാത്രാ ക്ഷീണമൊന്നും മാറ്റണ്ടേ.